ഹലോ മൈ ഫ്രണ്ട്സ്, ലെസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, ഈ മഴക്കാലത്ത് നമ്മൾ ശീലിക്കേണ്ട കുറച്ച് ആഹാരക്രമങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ഈ മഴക്കാലത്ത് നമ്മൾ കുറേ ആഹാരങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ മഴക്കാലത്ത് ഉണ്ടാവുന്ന ഒത്തിരി അസുഖങ്ങൾ, കോൾഡ് മാത്രമല്ല, അണുബാധ, അതുപോലെ ഫുഡ് പോയ്സൺ തുടങ്ങി ഒത്തിരിയും പ്രശ്നങ്ങൾ, അതുപോലെ അലർജി ഉള്ളവർക്ക് അത് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾക്ക് നമ്മൾ പരിഹാരമാണ് നമ്മുടെ ഭക്ഷണം. അപ്പം നമ്മൾ എന്ത് കഴിക്കുന്നു അതാണ് നമ്മൾ, അല്ലേ? അപ്പോൾ കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മൾ ഭക്ഷണങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും മനസ്സിൻ്റെ ആരോഗ്യത്തിനും എല്ലാത്തിനും വളരെ പ്രയോജനപ്പെടും. അതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക് കേട്ടോ. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ ഈ മഴക്കാലത്ത് ചെയ്യേണ്ടത്? ആദ്യത്തെ മാറ്റം എന്താണെന്നോ, നമ്മൾ വെള്ളം നമ്മൾ വളരെ ശ്രദ്ധിച്ചു കുടിക്കണം. എവിടെയെങ്കിലും പോയി ടാപ്പൊക്കെ തുറന്ന് വെള്ളം കുടിക്കരുത്. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കണം. അതല്ലെങ്കിൽ നമുക്ക് പ്യൂരിഫൈഡ് വാട്ടർ ഉണ്ടെങ്കിൽ അത് കുടിക്കാം. പിന്നെ നമ്മൾ ഈ തിളപ്പിക്കുന്ന വെള്ളത്തിൽ നമ്മുടെ ഏലക്കായ, അതുപോലെ കറിയാമ്പൂ, പിന്നെ കറുവാപ്പട്ട, ഇഞ്ചി, അല്ലെങ്കിൽ ചുക്ക്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ചിട്ട് നമ്മൾ തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂടും. ഈ സമയത്ത് രോഗപ്രതിരോധ ശേഷിയാണ് നമ്മുടെ എല്ലാവരുടെയും കുറയണ ഒരു കാലഘട്ടമാണല്ലോ, ഈർപ്പം നിലനിന്നിട്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളിട്ട് കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചൂട് കൂടും. അതനുസരിച്ച് നമ്മളുടെ ശരീരത്തിന് ആവശ്യമായ ചൂട് കിട്ടും. അപ്പം അങ്ങനെ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്നോ, ഈ സമയത്ത് അധികം വറുത്തതും പൊരിച്ചതുമായ ആഹാരങ്ങളൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ദഹനമെല്ലാം വളരെ സ്ലോ ആണ് ഈ ക്ലൈമറ്റിൽ നടക്കുന്നത്. അപ്പം അത് പ്രത്യേകം ഓർത്ത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഈ വറുത്തതും പൊരിച്ചതുമായ ആഹാരം നമ്മൾ കുറയ്ക്കണം. എണ്ണയിലൊക്കെ വറുത്ത് പൊരിച്ചൊക്കെ കഴിക്കുന്നത് വളരെ നമ്മളത് മിതമായിട്ടേ അത് ചെയ്യാവൂ കേട്ടോ. പിന്നെ നോൺ വെജ് കഴിക്കുന്നവരെ സംബന്ധിച്ച് ഈ സമയത്ത് നമ്മുടെ അന്തരീക്ഷത്തിൽ ഈർപ്പം മൂലം ഈ നോൺ വെജിലൊക്കെ രോഗാണുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പച്ചക്കറികൾ കൂടുതൽ കഴിക്കുകയായിരിക്കും ഈ സമയത്ത് നല്ലത്. നോൺ വെജ് കഴിക്കുമ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് വേവിച്ച്, നമ്മൾ വീട്ടിൽ നന്നായിട്ട് വേവിച്ചാണ് കഴിക്കുന്നത്. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് നമ്മുടെ രുചിക്കനുസരിച്ചൊക്കെ നമ്മൾ അതും ഇതൊക്കെ വാങ്ങി കഴിക്കുമല്ലോ. അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അത് അങ്ങനെ കഴിക്കുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് പോയ്സൺ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അധികം വേവാത്ത പിന്നെ മീറ്റ് വർഗ്ഗങ്ങൾ, ഇറച്ചി വർഗ്ഗങ്ങളൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ഈ ഭക്ഷ്യവിഷബാധ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ, ഈ മഴ സമയത്ത് നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. ഇപ്പം നമ്മൾ ഒരു യാത്രയ്ക്ക് പോയി എവിടെയെങ്കിലും കയറി നമ്മൾ എന്തെങ്കിലും കഴിക്കുന്ന ഒരു പതിവാണല്ലേ. അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് വിശ്വാസമുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ ഈ സമയങ്ങളിൽ നോൺ വെജ് കഴിക്കാവൂ. അത് എല്ലാവരും പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ ചൂടോടുകൂടി കഴിക്കണതാണ് ഏറ്റവും നല്ലത്. ഈ തണുത്ത് മരവിച്ചൊക്കെ ഇരിക്കണ ഭക്ഷണമൊന്നും ഈ സമയത്ത് കഴിക്കരുത്. ചെറിയ ചൂടോടുകൂടി ഉള്ള ഭക്ഷണം കഴിക്കുക. ഇപ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരിക്കണമെങ്കിൽ തന്നെ അത് പുറത്ത് വെച്ച് അതിൻ്റെ തണുപ്പ് പോയിട്ട് നമ്മൾ ചൂടാക്കി കഴിക്കണം. ചൂടാക്കിയിട്ട് തിരിച്ച് നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കരുത്. ചൂടാക്കിയ ഭക്ഷണം നമ്മൾ കഴിച്ച് തീർക്കണം. നമുക്ക് എന്നും ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാഹചര്യം ഇന്ന് കാലത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും ചൂടുഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കണ കാര്യമല്ല. അപ്പോൾ ഇങ്ങനെയെങ്കിലും നമുക്ക് ശ്രദ്ധിക്കാം, ഇങ്ങനെ നമുക്ക് ഭക്ഷണങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ ഈ അലർജിയൊക്കെ ഈ സമയത്ത് ആൾക്കാരിൽ കൂടും. ഇമ്മ്യൂണിറ്റിയൊക്കെ കുറഞ്ഞു കഴിയുമ്പോൾ അലർജി സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരുടെ ഈ രോഗം ഒക്കെ കൂടും. അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കാനുള്ളത് ഈ സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ കുറയ്ക്കണേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ശരീരത്തിലെ ചൂട് വർദ്ധിക്കും സ്പൈസി ഫുഡൊക്കെ കഴിക്കുമ്പോൾ. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടും. അപ്പോൾ ഈ അലർജി അങ്ങനെയുള്ള രോഗങ്ങളുടെ ഇതൊക്കെ നമുക്കുള്ളവർക്ക് പെട്ടെന്ന് ഇതെല്ലാം കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കണം നിങ്ങൾ. അലർജി അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർ ഈ സ്പൈസി ഫുഡ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മിതമായി കഴിക്കേണ്ട ഒന്നാണ് ഉപ്പ്. ഓക്കെ, പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ ശരീരത്തിൽ നീർവീക്കമൊക്കെ വരുന്നവർക്ക് വളരെ കൂടാനുള്ള സാധ്യതയുണ്ടല്ലോ ഈ തണുപ്പൊക്കെ അടിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഉപ്പ് കുറയ്ക്കണം. അതോടൊപ്പം തന്നെ മോര്, തൈര്, അതുപോലെ ലസ്സി, അങ്ങനെയുള്ള കുറേ വിഭവങ്ങളുണ്ടല്ലോ, അതെല്ലാം നമ്മൾ കുറയ്ക്കണം. അതൊക്കെ നീർവീക്കം വരുന്നതിനുള്ള
കാരണങ്ങളാണ് ഇതൊക്കെ. പിന്നെ നമ്മുടെ തണ്ണിമത്തൻ, അതും ഈ സമയത്ത് നമ്മൾ കഴിക്കാതിരിക്കുകയാണ് കേട്ടോ നല്ലത്. ഏറ്റവും നല്ലത് അതൊക്കെ നമ്മൾ മാറ്റി വെക്കുന്ന, കൂടുതൽ വാട്ടർ കണ്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ മാറ്റി വെക്കണതാണ് എപ്പോഴും നല്ലത്. പിന്നെ നമ്മൾ പച്ചക്കറികൾ ധാരാളം കഴിക്കണം. അത് ഞാൻ പറഞ്ഞല്ലോ, നോൺ വെജ് കുറച്ച് പച്ചക്കറികൾ ധാരാളം കഴിക്കണമെന്ന്. ഈ പച്ചക്കറികൾ തന്നെ ഇലവർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതായത് മുരിങ്ങ ഇല, അതുപോലെ പയറിൻ്റെ ഇലയൊക്കെ ഈ സമയത്ത് പിന്നെ ചിലവർക്കത് പ്രശ്നമാണ്, വിഷാംശമൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇലവർഗ്ഗങ്ങൾ നമ്മൾ കുറച്ചിട്ട് നമ്മുടെ തക്കാളി, വെള്ളരിക്ക, അതുപോലെ തന്നെ പാവയ്ക്കൊക്കെ വളരെ നല്ലതാണെന്ന് പറയുന്നത്. ഈ കയ്പുള്ള ഇത് നമ്മൾ ഉലുവക്കഞ്ഞിയൊക്കെ കുടിക്കുന്നത് ആ ഒരു കാര്യത്തിലാണെന്ന് എനിക്ക് തോന്നണത് കേട്ടോ. ഈ കയ്പുള്ളതൊക്കെ ഈ സമയത്ത് നല്ലതാണെന്ന് പറയുന്നത്. അപ്പോൾ പാവയ്ക്ക അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വളരെ എഫക്റ്റീവാണ്. പിന്നെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് നമുക്ക് മഞ്ഞളും അതുപോലെ വെളുത്തുള്ളിയും ഉൾപ്പെടുത്തണം. ഇതൊക്കെ നമ്മുടെ രോഗാണുക്കളെ തടുക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും എല്ലാത്തിനും ഈ വക പച്ചക്കറികൾ വളരെ എഫക്റ്റീവാണ്. അപ്പോൾ പച്ചക്കറികൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അതുപോലെ ബീറ്റ്റൂട്ട് ഇതൊക്കെ നമ്മൾ തിരഞ്ഞെടുത്ത് കഴിക്കാൻ ശ്രദ്ധിക്കണേ. പിന്നെ പഴങ്ങൾ എന്ന് പറയുമ്പോൾ ഈ സമയത്ത് സീസണലായിട്ട് ഇപ്പം നമുക്ക് ധാരാളം മാമ്പഴം കിട്ടും അല്ലേ. മാമ്പഴം ധാരാളം ഉണ്ട്, മാമ്പഴം നമുക്ക് ധാരാളം കഴിക്കാം. അതുപോലെ ഇപ്പോൾ ഈ സീസണിൽ നമുക്ക് സീസണലായിട്ട് നമുക്ക് കിട്ടുന്ന പഴങ്ങളെല്ലാം, അത് ആപ്പിള്, അതുപോലെ ബെറീസ്, പിന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഇഷ്ടംപോലെ ഈ സീസണിൽ പഴങ്ങളുണ്ടാവുമല്ലേ. റംബൂട്ടാൻ തുടങ്ങി അങ്ങനെയുള്ള ഒത്തിരി പഴങ്ങൾ, പാഷൻ ഫ്രൂട്ട്, ഇങ്ങനെയുള്ള നമ്മുടെ വീട്ടിലുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് കഴിക്കാം. അതുപോലെ പപ്പായൊക്കെ നമുക്ക് പച്ചയ്ക്കും കറി വെച്ച് കഴിക്കാം, അതുപോലെ പഴുത്തും കഴിക്കാം. അതൊക്കെ നമുക്ക് ഈ ഒരു പിന്നെ ക്ലൈമറ്റിൽ, ഈ മൺസൂൺ ഡയറ്റിൽ അത്യാവശ്യം ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ വെയിറ്റൊക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പറ്റിയ സമയമാണ് കേട്ടോ ഈ മഴക്കാലം. കാരണം നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഇങ്ങനെയൊക്കെ നമ്മൾ മാറ്റങ്ങൾ വരുത്തുക, നമ്മൾ എക്സസൈസ് ചെയ്യുക. ഒത്തിരിയും വയറ് കുറയാനുമുള്ള എക്സസൈസുകളൊക്കെ യൂട്യൂബ് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. അതുപോലെ യോഗ, മെഡിറ്റേഷൻ, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഇനിയിപ്പോൾ കർക്കിടക മാസമാണല്ലോ, രാമായണ മാസം. അപ്പം മിക്കവാറും എല്ലാവരും പിന്നെ അവർ ഉപവസിക്കുന്നവരും അത് ഒരു നേരം കഴിക്കുന്നവരും അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതുപോലെ നോൺ വെജൊക്കെ കുറച്ച് പച്ചക്കറികളും അതുപോലെ പഴവർഗ്ഗങ്ങളും ഇങ്ങനെ നമ്മുടെ ഈ ക്ലൈമറ്റിനനുസരിച്ചുള്ള ഫുഡുകളൊക്കെ തിരഞ്ഞെടുത്ത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഈ ഒരു മാസം കൊണ്ട് നമുക്ക് നല്ല നമ്മുടെ സ്കിന്നും നല്ല ക്ലിയറാവും, നമ്മുടെ വെയിറ്റും കുറയും. അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട് ഈ മൺസൂൺ മന്തിന് കേട്ടോ. പിന്നെ വേറൊരു ഇതെന്താന്നോ, നമ്മൾ ഇതൊക്കെ ആദ്യകാലങ്ങളിൽ നമ്മുടെ കാരണന്മാരൊക്കെ ചെയ്തു പോന്നിരുന്നത്, അത് നമ്മുടെ ഈ പുതിയ തലമുറ അതൊക്കെ വിട്ടതാണ്. അവർക്കറിയാം ഏത് ക്ലൈമറ്റിൽ ഏത് ഭക്ഷണം കഴിക്കണം, ഏത് കഴിക്കണ്ട എന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. ഈ സമയങ്ങളിൽ അവരിതെല്ലാം ചെയ്തിരുന്നു. ഇപ്പം എൻ്റെ ഫാദറിൻ്റെ മദർ അവരൊക്കെ ഈ ക്ലൈമറ്റിക് അനുസരിച്ചാണ് ഭക്ഷണങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് കഴിച്ചിരുന്നത്. നമ്മളിൽ നിന്ന് അതെല്ലാം കൈമോശം വന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് തിരിച്ചു പിടിച്ച് വീട്ടിൽ പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി തീർച്ചയായിട്ടും അങ്ങനെ ഒരു മൺസൂൺ ഡയറ്റ് നിങ്ങൾ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇനി എൻ്റെ കാര്യം പറയട്ടെ. ഇനി ഒത്തിരിയും പേര് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം, ചെയ്തവർ ചെയ്യണ്ട. പിന്നെ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുക്കണം എൻ്റെ ഈ പോസ്റ്റ് കേട്ടോ. അവരൊക്കെ കാണട്ടെ, അവർക്കൊക്കെ പുതിയ അറിവുകളൊക്കെ കിട്ടട്ടെ. അപ്പോൾ എന്നെ വാച്ച് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.